ഇടുക്കി തൊടുപുഴ കാരിക്കാട് സ്ഥിതി ചെയ്യുന്ന പേരുകേട്ട മസ്ജിദാണ് നൈനാർ മസ്ജിദ്. 5 നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച മസ്ജിദ് രാജഭരണകാലത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നോമ്പുകാലത്തുൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് നൈനാർ മസ്ജിദിലേക്ക് എത്താറുള്ളത്. നമുക്കിപ്പോൾ നൈനാർ മസ്ജിദിന്റെ വിശേഷങ്ങൾ കാണാം. ദൈവമേ കൈത്തൊഴാം. മധ്യകേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയതും ഏറ്റവും പുരാതനവുമായ പള്ളികളിലൊന്നാണ് തൊടുപുഴ കാരിക്കോട് ജുമാ മസ്ജിദ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വടക്കൻകൂർ മഹാരാജാവാണ് ഈ പള്ളി നിർമ്മിച്ച് നൽകിയത്. മതസൗഹാർദ്ദത്തിൻ്റെ പേരിലും പള്ളി പുകൾപ്പെറ്റ് അറിയപ്പെടുന്നു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന മസ്ജിദാണ് നൈനാർ മസ്ജിദ്. പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്ത് ആദ്യം ഖബർസ്ഥാനുകളായിരുന്നു. പിന്നീടാണ് മസ്ജിദ് നിർമ്മാണം നടന്നത്. വടക്കൻകൂർ രാജാവാണ് മുസ്ലിം സൈനികർക്കായി നൈനാർ മസ്ജിദ് നിർമ്മിച്ചു നൽകിയത് എന്നാണ് ചരിത്രം. വടക്കൻകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ പ്രതിനിധിയായ എലസാമ്പ്രതി നാരായണവർമ്മ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. എലസാമ്പ്രതി എന്ന് പറഞ്ഞാൽ ഹിസ് ഹൈനസ് എന്ന് നമ്മൾ പറയുന്ന രാജാവിൻ്റെ പ്രതിനിധിക്ക് ഉപയോഗിക്കുന്ന ബഹുമാന സൂചകമായൊരു വാക്കാണ്. അദ്ദേഹം ശരിക്കും ആധുനിക തൊടുപുഴയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയുടെ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. പള്ളിക്കും മുന്നേ ഇവിടെ ശ്മശാനം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ഖബർസ്ഥാൻ. പള്ളിക്ക് മുന്നേ ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളായ പട്ടാളക്കാർക്ക് അവർ മരണപ്പെടുമ്പോൾ അവരെ അടക്കം ചെയ്യുവാനും ബഹുമാന സൂചകമായി അവരെ ആദരിച്ചുകൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനും വേണ്ടിയിട്ട് അനുവദിച്ച ഒരു സ്ഥലമായിരുന്നു ശരിക്കും ഇത്. തുടക്കത്തിൽ അങ്ങനെയാണ്. 7-8 നൂറ്റാണ്ടുകളോളം അങ്ങനെയായിരുന്നു എന്നാണ് നമ്മുടെ വായനയിൽ മനസ്സിലായിട്ടുള്ളത്. വളരെ വിശാലമായതും വലിപ്പമേറിയതുമായ മസ്ജിദിൽ പഴമയുടെ കാഴ്ചകൾ നിരവധിയാണ്. മസ്ജിദ് പുതുക്കി നിർമ്മിച്ചപ്പോഴും പഴമയേറിയ മിനാരങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. നമസ്കാരങ്ങൾക്ക് മുൻപായി ദേഹശുദ്ധി വരുത്തുന്ന അഥവാ ഉളുവ ചെയ്യുന്ന ഇടമൊക്കെ പഴമയായി തന്നെ ഇന്നും കാഴ്ചയിൽ തുടരുന്നു. മതസൗഹാർദ്ദത്തിനും ഏറെ മുൻപന്തിയിലാണ് കാരിക്കോട് ദേശത്തെ തൊടുപുഴ നൈനാർ മസ്ജിദ്. ഈ നാട് ശരിക്കും ഈ വടക്കൻകൂറിൻ്റെയൊക്കെ ഒരു തലസ്ഥാനമായി അറിയപ്പെടുന്ന, കീഴ്മലൈ നാടിൻ്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന ഒരു നാടാണ് കാരിക്കോട് എന്നുള്ളത്. എല്ലാ മതവിഭാഗങ്ങളും വളരെ സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന ഒരു സ്ഥലമാണിത്. അത് കാത്തു സൂക്ഷിക്കാൻ എല്ലാ നിലയിലും നമ്മൾ മുൻകൈ എടുക്കുകയും ആ ഒരു ഹാർമണിക്ക് യാതൊരു നിലയിലുള്ള ഭംഗം വരാതിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്ലാസ്സുകളിലുമൊക്കെ നമ്മളത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിർധനർക്ക് വീട് വച്ചു നൽകുന്നത് ഉൾപ്പെടെ നിരവധിയായ സകാത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിലാണ് നൈനാർ മസ്ജിദ്. ഇതര മതസ്ഥരായ ആളുകളും നൈനാർ മസ്ജിദ് സന്ദർശിക്കാൻ എത്താറുണ്ട് എന്നതും മസ്ജിദിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത തന്നെ. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.